വിനയൻ എത്തിയോ? അല്ല, മക്കളെവിടെ? അവർ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവര് മാമന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെയാ. അല്ല, ഇതെന്താ ആർക്കും ഒരു എനർജി ഇല്ലാത്തത്? അനുവിന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ആകെ ഒരു സങ്കടത്തിന്റെ ഫീല്. ഹലോ, നാളെ വിഷുവാ, സന്തോഷിക്കേണ്ട ദിവസാ. എന്നും എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ വിനയ. ആ, അത് ശരിയാ. ഇപ്പോ എന്റെ കാര്യം തന്നെ ഓർത്താ മതിയല്ലോ. എത്രയോ വിഷു ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിഷു അത് സന്തോഷത്തിന്റെ വിഷുവാ. എന്നാലും മക്കളെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു വിനയന്. അവരെ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയല്ല ചീരു. അത് സാരമില്ല അമ്പിളി ചേച്ചി, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. എന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹവും സന്തോഷവും എല്ലാം തിരിച്ചു കൊടുക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷു ഞാനും എൻ്റെ മക്കളും കൂടി അവരുടെ അച്ഛന്റെ വീട്ടിൽ അടിച്ച് തകർക്കാൻ പോവാ. ആ, ഞാനേ മോനെ ഒന്ന് കാണാം. പിന്നെ വിനയ, അവളെ കുഞ്ഞിന് പാല് കൊടുക്ക. ഓ, ആ പിന്നെ കാണാം. ആടാ മക്കളെ, എന്താണ് പരിപാടി? എന്താണ് കുഞ്ഞാവ കളിക്കാൻ വന്നില്ലേ? വന്നില്ലേ? പാല് കുടിക്കാണോ? ആണോ? അല്ല, ഇവിടെ ആരും എത്തിയില്ലേ? ഇന്ദ്രൻ രഘുവേട്ടനൊക്കെ വൈകുന്ന എന്താ? ഞാൻ കരുതി ഞാനായിരിക്കും വൈകുന്നതെന്ന്. അവരുടനെ എത്തുമായിരിക്കും അല്ലേ? ആ, എത്തണം. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അവരെ വിളിച്ചോണ്ട് വരേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല വിനയ. ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം. വിനയനിരിക്കും. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. ആദ്യം എനിക്ക് എന്റെ മോനെയും ചീരുവിനെ ഒന്ന് കാണണം. അല്ല, അച്ഛൻ ഇല്ലേ ഇവിടെ? അച്ഛൻ എത്തിയിട്ടില്ല, ഇപ്പൊ വരും. ഓ, പിന്നെ എല്ലാവർക്കുള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാ വിനയ ഇതൊക്കെ? ഇതെല്ലാം എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാണ് ചേച്ചി. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള വിഷുവായത്. ഈശ്വരൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിച്ച വിഷു. ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? വിനയനകത്തേക്ക് ചെല്ലേ. ചിരുമോനും റൂമിലുണ്ട്. അപ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി, എന്നാ പിന്നെ ഞാൻ അവരെ ഒന്ന് കാണട്ടെ. വലിയ സന്തോഷത്തിലാണല്ലോ വരവ്. മറ്റുള്ളവരുടെ സന്തോഷം കളയാനുള്ള പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. എന്തേലും ആവട്ടെ, ചീരുനെങ്കിലും സമാധാനം സന്തോഷം കിട്ടട്ടെ. ഞാൻ പോയി വിനയന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്തടാ നീ കണ്ണു തുറന്ന് നോക്കടാ അച്ഛൻ. ഇവൻ ഏതു നേരം ഉറക്കം തന്നെയാണല്ലോ. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. മക്കളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, ഇത്തവണത്തെ വിഷു ഞാൻ എൻ്റെ മക്കളുടെ കൂടെയാ. അത് നമ്മുടെ വീട്ടിൽ നമ്മളെ തകർക്കാൻ പോവാ അല്ലേ? വിഷുവായിട്ട് എനിക്കെന്റെ മക്കളെ കണ്ടൊന്ന് കൈനീട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതറിയാടോ, പക്ഷേ അവരെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന തിരിച്ചു കൊണ്ടുപോകുമ്പം അവർക്കത് വലിയ സങ്കടാവും. എന്തിനാ വെറുതെ ആ പാവങ്ങളെ വിഷമിപ്പിക്കുന്നത്? ഇപ്പോ അവരെ അമ്മയുടെയും മാമന്റെയും കൂടെ ഹാപ്പിയാ. അല്ലെങ്കിൽ പിന്നെ നീ കൂടി ഞങ്ങളുടെ കൂടെ വരണം. അതിന് നീ ഇപ്പൊ തയ്യാറല്ലല്ലോ. ദേ വന്ന നാളെ നമുക്ക് അവിടെ വിഷു അടിച്ചു പൊളിക്കാം. ആകെ പോട്ടെ. ഞാൻ നിനക്ക് വിഷുവിന്റെ ഗിഫ്റ്റ് കൊണ്ടുവന്നു.